കാസർഗോഡ് പടന്നക്കാട് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി സ്വർണം കവർന്നു. ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരി ഇന്ന് പുലർച്ചെയാണ് തട്ടിക്കൊണ്ടുപോയത്. കവർച്ചയ്ക്ക് ശേഷം കുട്ടിയെ സമീപത്തെ പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കണ്ണിനും കഴുത്തിനും പരിക്കേറ്റ കുട്ടിയെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദിസ്നയുണ്ട് വിവരങ്ങളുമായി. ദിസ്ന, കുട്ടിക്ക് പരിക്കേറ്റു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് പുലർച്ചെ ഏകദേശം 2:30-3 മണിയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. പടന്നക്കാട് ഒഴിഞ്ഞ വളപ്പിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. മുത്തശ്ശൻ പശുവിനെ കറക്കാൻ പോയപ്പോഴാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. അടുക്കള ഭാഗത്തെ കതക് തുറന്നുകൊണ്ട് കുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ഉടൻ തന്നെ കുട്ടിയെ കാണാതായതോടുകൂടി നാട്ടുകാരെയൊക്കെ തന്നെയും വിവരം അറിയിച്ച് നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തുകയായിരുന്നു. പിന്നീടാണ് കുട്ടിയെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. നമുക്കറിയാൻ സാധിച്ചത് ഉപേക്ഷിച്ച സ്ഥലത്ത് നിന്ന് കുട്ടി അടുത്ത വീട്ടിലേക്ക്, ഈ ഉപേക്ഷിച്ച സ്ഥലത്ത് നിന്ന് തൊട്ടടുത്തുള്ള ഒരു വീട്ടിലേക്ക് കുട്ടി എത്തുകയും തുടർന്ന് ആ വീട്ടിലെ ബെല്ലടിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അവർ ഈ കുട്ടിയെ കാണുന്നത്. തുടർന്നാണ് വീട്ടുകാരെ സംഭവം അറിയിക്കുന്നത്. പിന്നീട് നടന്ന പരിശോധനയിലാണ് കുട്ടിയുടെ സ്വർണം കവർച്ച ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചത്. കുട്ടിയുടെ കാതിലെ സ്വർണമാണ് കാണാതായിട്ടുള്ളത്. മാത്രമല്ല കുട്ടിയുടെ കണ്ണിനും കഴുത്തിനും പരിക്കേറ്റിട്ടുണ്ട്. മറ്റ് ശാരീരിക പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ കുട്ടിയെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇതിൽ മറ്റെന്തെങ്കിലും, അതായത് കുട്ടിയെ സ്വർണത്തിന് വേണ്ടി തട്ടിക്കൊണ്ടുപോയതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശ്രമം ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ദേവിക, കാസർഗോഡ് പടന്നക്കാട് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി സ്വർണം കവർന്നു. ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെ ഇന്ന് പുലർച്ചെയാണ് തട്ടിക്കൊണ്ടുപോയത്. കവർച്ചയ്ക്ക് ശേഷം കുട്ടിയെ സമീപത്തെ പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കണ്ണിനും കഴുത്തിനും പരിക്കേറ്റ കുട്ടിയെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.